ബുണ്ടസ്ലീഗ ഈസ് ഈക്വൽ ടു ബയൺ മ്യൂണിക് എന്ന് ജർമ്മനിയും ലോകവും ഉറച്ചു വിശ്വസിച്ചിടത്തു നിന്നാണ് ഒരു തോൽവി പോലും വഴങ്ങാതെ അപരാജിതരായി ബയർ ലെവർകൂസൻ ലീഗടിക്കുന്നത്. അതും നൂറ്റാണ്ടിലേറെയായി കിരീടം അന്യം നിന്ന ഒരു ക്ലബ്ബാണ് സകല കോട്ടകൊത്തളങ്ങളും പൊളിച്ച് തേരോട്ടം നടത്തിയത്. മാനേജീരിയൽ കരിയർ ശൈശവത്തിൽ മാത്രമെത്തിയ സ്പെയിനിൽ നിന്നും വന്നൊരാളാണ് ജർമ്മനിയിൽ ആ വസന്ത വിപ്ലവം നടത്തിയത്. പേര് സാബി അലോൺസോ ഒലാനോ. സ്പെയിനിൻ്റെയും ലിവർപൂളിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും ഇതിഹാസ താരം. 3 സീസൺ കൊണ്ട് ലെവർകൂസന്റെ ഇതിഹാസ തുല്യനായ പരിശീലകനും. വെറും 7.5 മാസം കൊണ്ടാണ് സാബി അത്യുന്നതങ്ങളിൽ നിന്ന് തിരിച്ചു നടക്കുന്നത്. 2 സംഭവങ്ങൾ പറയാം. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന റയൽ മാഡ്രിഡ് ബാഴ്സലോണ എൽ ക്ലാസിക്കോ പോരാട്ടം. 72-ാം മിനിറ്റിൽ വിനീഷ്യസിനെ സാബി അലോൺസോ സബ് ചെയ്തു. പരസ്യമായി പ്രതിഷേധിച്ചാണ് വിനി അന്ന് മൈതാനം വിട്ടത്. ഞാനോ എന്ന് വീണ്ടും ഗ്രൗണ്ടിൽ നിന്നും തന്നെ ചോദിച്ച വിനീഷ്യസ് ബെഞ്ചിൽ ഇരിക്കാതെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് അന്ന് പോയത്. ബദ്ധവൈരികളായ ബാഴ്സലോണയ്ക്കെതിരായ ജയത്തെക്കാളേറെ റയൽ സർക്കിൾ എന്ന് ചർച്ച ചെയ്തത് ടീമിലെ സ്റ്റാർഡം സിസ്റ്റത്തെ ചോദ്യം ചെയ്ത സംഭവമായിരുന്നു. സാബിക്ക് താരങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാവുന്നില്ലെന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് എല്ലാവരും ശരിക്ക് മനസ്സിലാക്കിയ സംഭവം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിന് ശേഷം മത്സരത്തിന് ശേഷം ചാമ്പ്യന്മാരായ ബാഴ്സലോണയ്ക്ക് കാർഡ് ഓഫ് ഓണർ കൊടുക്കാനുള്ള സമയം. താരങ്ങളോട് ലൈനപ്പ് ചെയ്യാൻ സാബി അലോൺസോ പറയുന്നു. എന്നാൽ കിലിയൻ എംബാപ്പെ മുൻകൈയെടുത്ത് താരങ്ങളെ പിന്തിരിപ്പിച്ചു. അവരെ തിരിച്ചു വിളിച്ച് നേരെ മൈതാനം വിടുകയും ചെയ്തു. ഡിസ്റെസ്പെക്റ്റ് എന്ന് നിസ്സംശയം പറയാം. ബെർണാബ്യൂവിൽ നടന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ ടീമിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളാണ് എംബാപ്പയും വിനീഷ്യസും എന്നാണ് സാബി പറഞ്ഞത്. താരങ്ങളും പരിശീലകനും തമ്മിലുള്ള സ്വരച്ചേർച്ച ക്ലബിന് പുറത്ത് പരസ്യമായി കാണിച്ചതും ഇരുവരും തന്നെയായിരുന്നു എന്നത് മറ്റൊരു വിരോധാഭാസം. മത്സരശേഷമുള്ളൊരു ഗാർഡ് ഓഫ് ഓണറിന് പോലും താൻ പറയുന്നത് കേൾക്കാത്തൊരു കൂട്ടത്തെ എങ്ങനെ സാബി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പിന്നെ അറിയാനുണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ ആ വാർത്തയും എത്തി. പരസ്പര ധാരണയോടെ റയൽ മാഡ്രിഡും സാബി അലോൺസോയും വഴിപിരിഞ്ഞു. പുറത്താക്കിയതല്ലെന്ന് സമ്മതിക്കാൻ ഇടയ്ക്ക് ക്ലബ്ബ് ചേർക്കുന്ന സൂത്രവാക്യമാണ് ഈ പരസ്പര ധാരണ എന്നത്. സൂപ്പർ കപ്പ് ഫൈനലിന് പിന്നാലെ സ്പാനിഷ് സമയം വൈകിട്ട് 4:00 ക്ലബ്ബ് ആസ്ഥാനത്ത് ബോർഡ് മീറ്റിംഗിലാണ് നിർണായക തീരുമാനമെടുത്തത്. സാബി ഒരിക്കലും ഇത്ര നേരത്തെ മടങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ കസേരയിൽ കുറച്ചധിക സമയം കൂടെ സാബിക്ക് കൊടുക്കാമായിരുന്നു. സ്റ്റേഡിയത്തിലെത്തുന്നവർ റയൽ മാഡ്രിഡിൻ്റെ കളി ആസ്വദിക്കണം. TV-യിലൂടെ കളി കാണുന്നവർ ഇതാണ് ഞങ്ങളുടെ ടീമെന്ന് ആവേശത്തോടെ പറയണം. ഈ നിമിഷം വളരെയേറെ പ്രത്യേകതയുള്ള ഒരു യാത്രയുടെ തുടക്കമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2025 മെയ് 26 റയൽ മാഡ്രിഡ് പരിശീലകനായി ചുമതലയേറ്റ ശേഷം സാബി പറഞ്ഞ ആദ്യ വാക്കുകളാണിത്. അതിനുശേഷം 7.5 മാസം മാത്രമാണ് സാബി റയലിൻ്റെ കുപ്പായമിട്ടത്.